യാക്കോബിനെ ഹെരോദാവ് തലവെട്ടിക്കളഞ്ഞു. ആമേൻ. ഈ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരായി ജീവിച്ച പലർക്കും ലഭിച്ചതൊക്കെ രക്തസാക്ഷിത്വങ്ങളായിരുന്നു. തലവെട്ടിക്കളഞ്ഞു. ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവരവരുടെ ജീവനേക്കാൾ സ്നേഹിച്ചത് യേശുവിനെയായിരുന്നു. കരങ്ങളെ ഉയർത്തിയൊരു ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നമുക്ക് പലപ്പോഴും ഇതൊരു ഭാരമാകുന്നത് നാം യേശുവിനേക്കാൾ നമ്മളെ തന്നെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നമുക്കതൊരു ഭാരമാകാതിരിക്കും എപ്പോൾ നമ്മളെക്കാൾ യേശുവിനെ സ്നേഹിക്കുമ്പോൾ. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ ആമേൻ. വാസ്തവമായിട്ട് ഞാൻ പറയാം, അപ്പോസ്തലന്മാർക്ക് ഏകദേശം 11 പേർക്കും ബൈബിൾ പറയുന്നു നല്ല മരണം കിട്ടിയിട്ടില്ല. അവരെല്ലാം രക്തസാക്ഷികളായി മരണപ്പെട്ടു. വാളിന്, ക്രൂശിൽ, അതുപോലെ തീക്കിരയായി, കല്ലെറിഞ്ഞ്, ഇങ്ങനെ പലതിലും നഷ്ടപ്പെട്ടു എന്നാണ് ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ ചരിത്രവും ബൈബിളിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ചില ചരിത്രങ്ങൾ. എന്നാൽ ഈ 12-ാമത്തെ അധ്യായത്തിനകത്ത് ഒരു പത്രോസിനെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഈ പത്രോസ് എന്ന അപ്പോസ്തലന്മാരുടെ ഇടയിൽ പട്ടികയിൽ 1-ാമത് പേര് വിളിച്ചൊരു പുള്ളിയാണ്. ആരാ? ഈ പത്രോസ് എന്ന് പറയപ്പെടുന്ന പുള്ളി. ഈ പുള്ളിക്കാരനെ കുറിച്ച് വേദപുസ്തകം ചിന്തിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഈ പുള്ളിക്കാരൻ നല്ലൊരു അപ്പോസ്തലനാണ്, ദൈവശക്തിയുള്ള അപ്പോസ്തലനാണ്. പക്ഷേ ആദ്യത്തെ 3.5 വർഷം ഒരു ട്രെയിനിങ് പീരീഡിനകത്ത് പുള്ളിക്കാരൻ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനൊക്കെ ആർക്കും അങ്ങനെ എന്ത് ചെയ്യത്തില്ല, ആർക്കും വലിയ പിടുത്തമൊന്നുമില്ല. കാരണം ഈ പീരീഡിനകത്ത് പുള്ളിക്ക് വലിയ റോളൊന്നും ലോകത്തിലുണ്ടായിട്ടില്ല. 3.5 വർഷം യേശുവിൻ്റെ കൂടെ നിന്ന് പുള്ളി വിചാരിച്ചു ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് യേശു ഇങ്ങനെ നടക്കുന്നത്, ഞങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് യേശു ഇങ്ങനെ സഞ്ചരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ യേശു അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. പത്രോസേ, സാത്താൻ നിന്നെ പലവട്ടം ചോദിച്ചതാ, ഒന്ന് ഗോതമ്പ് പാറ്റുന്നവനെ പാറ്റാം, പിന്നെ നിന്നെ ഓർത്തിട്ട് നിന്റെ വിശ്വാസം പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ സാത്താനെ ഓടിച്ചു വിട്ടെ. ഒരു ഹല്ലേലൂയ. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ചിന്ത, എൻ്റെ പുറകെ ഒരു സാത്താനും വരുന്നില്ലല്ലോ, നിന്നെ ഓർത്തിട്ട് ദൈവം അവനെ ഓടിച്ചിരിക്കുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ അല്ലേ? നമ്മളെ ഓർത്തിട്ട് കർത്താവ് പറയുന്നു, ഞാൻ അവനെടാ നീ വിഴുന്നു പോകുമെന്ന് ഓർത്തിട്ട് ഞാൻ ആ വന്ന സാത്താൻ എന്ത് ചെയ്തു? ഞാൻ ശാസിച്ചു, തൊട്ടു പോകരുത്, അവൻ്റെ അടുത്ത് വന്നു പോകരുത്. പക്ഷേ ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു 3.5 വർഷമേ പത്രോസേ നീ എൻ്റെ കൂടെ നിൽക്കുന്ന കൊണ്ട് ഈ സാത്താൻ നിൻ്റെ അടുത്ത് വരാതിരിക്കത്തുള്ളൂ. എന്നാൽ ഇത് കഴിയുമ്പോൾ ഒരു സമയമുണ്ട്. അന്ന് നീ പ്രാർത്ഥിക്കേണ്ട പോലെ പ്രാർത്ഥിച്ചേ പറ്റൂ, നീ ഉപവസിക്കേണ്ട പോലെ ഉപവസിച്ചേ പറ്റൂ, നീ ചിലത് ചെയ്തേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ പത്രോസിനെ ദൈവത്തിന് ഇഷ്ടമാണ്. പത്രോസിനെ ദൈവം സ്നേഹിച്ചു, പത്രോസ് ദൈവത്തെയും സ്നേഹിച്ചു. പുള്ളി ആദ്യമൊക്കെ ചിന്തിച്ചത് ആ 2 വാളുണ്ട്, പിന്നെ കാര്യാദികളൊക്കെ ചെയ്യാനുള്ള അറിവുണ്ട്, എല്ലാം ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ട്, അതുകൊണ്ട് യേശുവിൻ്റെ കൂടെ നിന്ന സംഗതി ഓക്കെ എന്നാ. പക്ഷെ പിന്നീട് ആ പുള്ളിക്ക് മനസ്സിലായേ ഇതൊന്നും ദൈവത്തിന് വേണ്ടി നമുക്കൊന്നും പ്രയോജനപ്പെടാൻ പറ്റത്തില്ല. കാരണം നിന്റെ എതിരാളി യേശു കൂടെ ഇരുന്നപ്പോൾ പത്രോസിന് മനസ്സിലായില്ല. പക്ഷേ യേശു കടന്നു പോയപ്പോഴാണ് പത്രോസിന് മനസ്സിലായി, എൻ്റെ യഥാർത്ഥ എതിരാളി അപ്പുറത്ത് മീൻ പിടിക്കുന്നവനല്ല, എൻ്റെ യഥാർത്ഥ എതിരാളി എന്ന് പറയുന്നത് ശത്രുവായ പിശാച. ഈ പിശാചിനെ എതിരാളിയായി കണ്ട നിമിഷം മുതൽ മനസ്സിലായി, തൻ്റെ കയ്യിലെ വാളുകൊണ്ടൊരു പ്രയോജനമില്ല, തൻ്റെ കയ്യിലെ പണം കൊണ്ട് പ്രയോജനമില്ല, തൻ്റെ കയ്യിലെ സമ്പത്ത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഈ പിശാചിനെ ജയിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും പത്രോസിന് മനസ്സിലായി, ദൈവശക്തി ഉണ്ടെങ്കിലേ ജയിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, ദൈവശക്തി ഇല്ലെങ്കിൽ, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങൾ വെളിപ്പെട്ടില്ലെങ്കിൽ, ഞാൻ പറയാം നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആത്മീയ തലത്തിനകത്ത്. എന്നാൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണെങ്കിൽ, ഞാൻ പറയാം എപ്പോഴാണോ ആ ശക്തി നിങ്ങളിൽ വെളിപ്പെട്ട് തുടങ്ങുന്നത്, അപ്പോൾ മുതൽ നിങ്ങളെ പിശാച് ഭയന്ന് തുടങ്ങും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നിങ്ങളല്ല പിശാചിനെ പേടിക്കുന്നത്, പിശാച് നിങ്ങളെ ഭയക്കും. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെട്ട് തുടങ്ങിയാൽ, ഞാൻ പറയാം അതുമുതൽ പിശാചിന് നിങ്ങളെ പേടിയാ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വെളിപ്പെടുത്താടത്തോളം കാലം, അല്ലെങ്കിൽ വെളിപ്പെടാത്തടത്തോളം കാലം നിങ്ങളെ പിശാചിന് പേടിയേയില്ല. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ പിശാച് പറയും എനിക്ക് പേടിയില്ലടോ.
നിങ്ങളുടെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിശാചി പറയും എനിക്ക് പേടിയില്ല. നിങ്ങളുടെ കയ്യിൽ ആരോഗ്യമുണ്ടെങ്കിൽ പിശാചി പറയും എനിക്ക് പേടിയില്ല. പക്ഷെ നിങ്ങൾ കിടക്കുന്നത് കുടിലാണെങ്കിലും നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ സ്വർഗം പറയുന്നു നിന്നെ പിശാച് ഭയക്കും. എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട്? ഇന്ന് ദൈവാത്മാവ് ചിലതിനോട് പറയുക, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടെങ്കിൽ, കയ്യിൽ കാശില്ലെങ്കിൽ നിന്നെ പിശാചിന് ഭയമാ. ഉടകവര ശബ്ദന റിഗൽ കമന വൈഡൽ പ്രൗഢി വിധി ഘടക രക്ഷസ് കമന ഘടക അത്യുന റിഗൽ കമന ഘടക ശബ്ദൽ കമന ഘടകസി. കിടക്കുന്നത് കൊട്ടാരത്തിലല്ല, കുടിലില്ല. അവൻ പിശാചി പറയും അതല്ല എൻ്റെ വിഷയം. പക്ഷെ നിന്റെ അകത്ത് അവൻ സ്വോത്ര കാഴ്ചയ്ക്ക് പോലും കാശില്ലെങ്കിലോ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുണ്ടല്ലോ, അതിനെ എനിക്ക് പേടിയാ. ലമന ശാന്തന റിഗൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടക റഗൽ കമന ഘടകസേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുള്ളവനെ പിശാചിന് ഭയമാ. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഈ പത്രോസ് ഈ 12-ാം അധ്യായത്തിൽ പിടിക്കപ്പെടാൻ കാരണം തന്നെ ഞാൻ പലപ്പോഴും പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ആവർത്തിച്ച് പറയുക. അവൻ മീൻപിടുത്തക്കാരനായതുകൊണ്ടല്ല അവനെ പിടിച്ച് തടവിലാക്കിയത്, അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് കിടക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചിന്തിക്കും പരിശുദ്ധാത്മാവ് കിടക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമോ, എന്നാൽ പിന്നെ വേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. ആമേൻ. എങ്കിൽ നിങ്ങൾ തോറ്റു. ആമേൻ. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ചലിക്കുന്നുണ്ടെങ്കിൽ ചില പ്രതിസന്ധികളൊക്കെ വന്നെന്നിരിക്കും, പക്ഷെ പേടിക്കരുത്. കാരണം നിങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തിയെ പിശാച് ഭയക്കുന്നു. ഇത് കിട്ടുന്നത് വരെ നിങ്ങൾ പിശാചിനെ ഭയന്നിരുന്നു. ഇതെപ്പോഴാണോ നിങ്ങളിൽ വ്യാപരിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ മുതൽ പിശാച് നിങ്ങളെ ഭയക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആരുമാകട്ടെ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കണ്ട് പിശാചിന് പേടിയൊന്നും വരത്തില്ല. ഞാൻ വലിയ ഡിഗ്രിക്കാരനാ, അതുകൊണ്ട് പിശാച് മാറി നിൽക്കുക. പിശാച് പറയും പോ, നിന്റെ ഡിഗ്രി ഉണ്ടെന്ന് പറയും. എനിക്കിച്ചിരി കാശുണ്ട്, റബ്ബർ എസ്റ്റേറ്റ് ഉണ്ട്, അതുകൊണ്ട് പിശാച് മാറി നിൽക്കുക. പിശാച് പറയും ഇതിൻ്റെ റബ്ബർ എസ്റ്റേറ്റ് ആക്ക് വേണോടാ. ഹല്ലേലൂയ. പിശാച് പറയും അതെ, പക്ഷെ നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ, പുള്ളി 2 അടി മാറി നിൽക്കൂ. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടോ, പുള്ളി 5 അടി മാറിയേ നിൽക്കത്തുള്ളൂ. കാരണം തൊട്ടാ പൊള്ളൂ അവന്. അവനറിയാം നീ വെച്ചൊരു കാച്ചിയ ചിലപ്പോൾ അവൻ തെറിക്കും. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവന് നല്ല പേടിയാണ് കേട്ടോ. പത്രോസിനെ പിടിച്ച് പൂട്ടാനുള്ള കാരണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ അവൻ ഭയക്കുന്നു, അവൻ ഭയക്കുന്നു, അവൻ ഭയക്കുന്നു, അവൻ ഭയക്കുന്നു. കാരണം നിന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിന് അത്രയും ശക്തിയുണ്ട്. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ഇന്ന് പകലിൽ ദൈവ സാന്നിധ്യം ഈ ഹോളിനകത്ത ഭവന കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ, വ്യക്തികളുടെ മേൽ ഇന്ന് പകൽക്കാലം അത് ചലിക്കട്ടെ. യേശുവിന്റെ മഹത്വം ഇറങ്ങട്ടെ. യേശുവേ നിന്റെ മഹത്വം ചലിക്കട്ടെ. വൈഡ റാബ ശാന്തന റിഗൽ കമന അത്യുന രക്ഷസ് കമന ഘടക ഷൈഡ പ്രൗഢി ബിരി ഘടകസേ. യേശുവിൻ്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാണ്. കം ഓൺ. ഹല്ലേലൂയ. എന്നാൽ ഈ ഭാഗത്തൊരു പ്രതിസന്ധി വന്നു പത്രോസിന്. പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തന്നെ പിടിച്ച് കാരാഗ്രഹത്തിനൊക്കെ തങ്ങ് പൂട്ടി. ഈ പൂട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ താൻ ചിന്തിച്ചു എൻ്റെ പണിയെല്ലാം അവസാനിച്ചു. ചിലരങ്ങനാണ്. ആമേൻ. നല്ല രീതിക്ക് അങ്ങ് വന്നുകൊണ്ടിരിക്കും. ഒരു ചെറിയ പ്രതിസന്ധി വരുമ്പോഴേ പിന്നെ നമ്മൾ പറയും ചെരുപ്പ് ഊരി വെച്ചു, ബെൽറ്റ് ഊരി വെച്ചു. പത്രോസിൻ്റെ ചെയ്ത പരിപാടിയോ, പുള്ളി അങ്കിയും ഊരി വെച്ചേച്ചു പറഞ്ഞു എൻ്റെ പരിപാടി തീർന്നു, ഞാനിനി അങ്ങ് പോകാൻ വേണ്ടി ഇരിക്കുക. കാരണം കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പുള്ളി ഔദാര്യം കൊണ്ട് പറയുക പെസഹ കഴിഞ്ഞിട്ട് കൊല്ലാം. ശ്രദ്ധിക്കണേ. അന്നേരം പുള്ളി ചെയ്ത പരിപാടി എന്നാ? പുള്ളി ചെയ്ത പരിപാടി പുള്ളിയുടെ കയ്യിലിരുന്ന അവൻ ചെരുപ്പ് ഊരി വെച്ചു. ചെരുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ ചെരുപ്പല്ല, ഒരു സുവിശേഷകന്റെ ചെരുപ്പ് പുള്ളി ഊരി വെച്ചു. ഒരു ഹല്ലേലൂയ കൊണ്ട് പറഞ്ഞ് ആമേൻ. ഒരു സുവിശേഷകന്റെ ചെരുപ്പ് പുള്ളി ഊരി വെച്ചു. അടുത്ത ആമേൻ തൻ്റെ പുതപ്പ് താൻ ഊരി വെച്ചു. ആമേൻ. ബൈബിൾ പറയുന്നു അര താൻ ലൂസ് ചെയ്തു. അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ എനിക്കൊരിടം പോവാനില്ലല്ലോ.
ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇത് ഇത്രയും പുള്ളി ലൂസ് ചെയ്ത് വെച്ചേക്ക ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ അകത്ത്. ഞാൻ നിങ്ങളോട് പറയാം, അന്ന് പിശാചിന് പത്രോസിന് ഭയമില്ല. പക്ഷേ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് കയറിയപ്പോഴാണ് പിശാച് പത്രോസിനെ ഭയന്നു തുടങ്ങിയത്. കാരണം യേശുവിൻ്റെ കൂടെ നടന്ന സമയത്ത് വലിയ മാനസാന്തരങ്ങളൊന്നും നടന്നെന്ന് അനുഭവക്കുറിപ്പുകളിൽ എഴുതിയിട്ടില്ല. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ആമേൻ. മർക്കോസിൻ്റെ മാളികമുറിയിൽ ഒന്നുമില്ലാത്തവനായി കാത്തിരുന്നൊരു പത്രോസ് ഉണ്ടായിരുന്നു. 120 പേരിൽ ഒരുവനായി അന്നിരുന്നതാ. അവൻ്റെ ആ ഇരിപ്പിൻ്റെ ഒടുവിൽ ബൈബിൾ പറയുന്നു, അന്ന് അവൻ്റെ മർക്കോസിൻ്റെ മാളിക മുറിക്കകത്ത് പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഒരൊറ്റ നിറവ്, ഒരൊറ്റ പ്രസംഗം വെളിയിൽ വന്നു. ഒരൊറ്റ നിറവിൽ നിന്ന് ഒരൊറ്റ പ്രസംഗം വെളിയിൽ വന്നപ്പോൾ ആമേൻ ബൈബിൾ പറയുന്ന 3000 പാപികൾ പാപം വിട്ട് മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചെയ്തു? സ്നാനമേറ്റെന്ന് ബൈബിൾ പറയുന്നു. അപ്പോഴേക്കും പിശാച് ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചവനല്ല ഇവൻ. ഹല്ലേലൂയ. ഞാൻ കരുതിയത് ഒന്ന് ഇവനെ അമേൻ ഉറച്ചൊന്ന് ഊതിയാൽ ഇവൻ തെറിച്ചു പോകുമെന്ന്. അമേൻ ബാല്യക്കാരത്തിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. അമേൻ ബാല്യക്കാരൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. കോഴി കൂയതിന് മുൻപ് 3 വട്ടം തള്ളിപ്പറഞ്ഞ ഇവന് അവൻ സാധാരണക്കാരനെന്നാ വിചാരിച്ചതാ. പക്ഷെ ഒരാത്മനിറവ് അവനിൽ വന്നപ്പോൾ ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേര് മാനസാന്തരപ്പെട്ട സ്നാനപ്പെട്ടപ്പോൾ പിശാചിന് പിടികിട്ടി. അവൻ ചെറിയ പരിപാടിയല്ല, ഇവനിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവ് 3000 പേരുടെ പാപത്തിൻ്റെ കെട്ടുപൊട്ടിച്ചെങ്കിൽ പിശാച് അന്ന് മുതൽ ഭയക്കാൻ തുടങ്ങി. ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ സാധാരണ വ്യക്തിയല്ല. ഇന്ന് പകലിൽ നിന്റെ അകത്ത് കിടക്കുന്ന ദൈവിക അഭിഷേകത്തിന്റെ ശക്തി, അത് സാധാരണ ശക്തിയല്ല, അത് സാധാരണ ശക്തിയല്ല. പിശാച് ഭയക്കുന്ന, പിശാചിനെ പേടിക്കുന്ന ഒരു ശക്തിയായി നിന്റെ അകത്തത് ഇറങ്ങട്ടെ. ഉടകമന ശന്തന റീബൽ പ്രൗഢി ബിരികടക അക്ഷസ് പ്രൗഢമനകടക അടകൽ കമനകടകസി. യേശുവിൻ്റെ നാമത്താൽ ജയമെടുക്കുന്നു. ഇന്ന് പകലിലെ മകത്വം ഇതിനകത്ത് ചലിക്കട്ടെ. ഓറിയാന്തേനിയ റീബ ശമനകടകസി. ഹോളി സ്പിരിറ്റ്. ഗ്ലോറി 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 ലാംഷതേനി റഗൽ കമനകടകസി. ആമേൻ. അന്ന് മുതൽ പിശാച് പത്രോസിനെ നോക്കി തുടങ്ങി. പുള്ളിക്കൊരു കാര്യം പിടികിട്ടി. അബേ ഈ പത്രോസിനെ പേടിച്ചേ പറ്റൂ. 3-ാമധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം 40 വർഷം ഒരുത്തനെ പിശാച് പിടിച്ച് ഇരുത്തിയതാ. ബൈബിൾ പറയുന്നു പുള്ളി ഒരു കൈ കൊടുത്തു. 41-ാം വയസ്സിൽ പുള്ളിയെ പിടിച്ചങ്ങ് എഴുപ്പിച്ചു. പിന്നെ പുള്ളി ഇരുന്നിട്ടില്ല എന്ന് ഞാനും നിങ്ങളോട് പറയാം. 40 വർഷം ഒരുത്തനെ പിടിച്ചിരുത്തിയവന് നിസ്സാരമായിട്ടൊരുത്തൻ കൈ കൊണ്ട് പൊക്കി എഴുന്നേപ്പിച്ചപ്പോൾ പിശാചിന് മനസ്സിലായി ഇവനെ ദേശത്ത് വിടാൻ പറ്റത്തില്ല. ഇവനെ വിട്ടാൽ ഇനിയും ഞാൻ ഇരുത്തിയ പലതിനെയും ഇവൻ എഴുന്നേൽപ്പിക്കും. ഇന്ന് പകലിൽ അന്ന് മുതൽ പിശാച് ഭയക്കാൻ തുടങ്ങി. ഇതിനകത്തും ചില ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുന്ന വ്യക്തികളോട് ഞാൻ പറയാം, ആമേൻ, നിങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തി ഇരുന്ന ചിലതിന് എഴുന്നേൽപ്പിക്കുന്നത്. അത് കാണുമ്പോൾ പിശാചിന് ഭയ, അത് കാണുമ്പോൾ പിശാചിന് ഭയ, അത് കാണുമ്പോൾ പിശാചിന് ഭയം. ഉടവല വശന്തന റിഗൽ കമന വൈശസ് പ്രൗഢി മിനികടക അത്യുന രക്ഷസ് കമനകടക അന്തൽ പ്രൗഢി മിനികടക അടകൽ പ്രൗഢബരകടകസി. യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിൻ്റെ മഹത്വം ചലിക്കട്ടെ. വൈഡം ജനാധരാമനകടക അന്തൽ കമനകടകസി വൈശസ് പ്രൗഢി മിനികടകസി. യേശുവേ, നിന്റെ മഹത്വം വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, ആമേൻ, പത്രോസിനെ ആമേൻ വേദപുസ്തകം പറയുന്നു പിശാച് ഭയക്കുക. അവൻ ഭയന്ന് അവസാനം പറഞ്ഞു ഹേരോദാവിനെ കൊണ്ട് അവരെ പിടിപ്പിച്ചു. അകത്തൊതുക്കിയിട്ടേച്ച് പറയുക, ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ്റെ അഭിഷേകം, ഇവന്മേൽ കിടക്കുന്ന ആത്മശക്തി ഇനി ദേശത്തെ ചലിക്കരുത്. ബൈബിളിൽ 3 വാതിലുകൾ അവന് വിരോധമായി അടഞ്ഞു. ആമേൻ. 16 കാവൽക്കാർ അവനെ കാവൽ
ചെയ്യുകയാണ്. ഒരു മീൻപിടുത്തക്കാരന് ഇന്നലകളിൽ പേരുണ്ടായിരുന്ന ഒരുത്തനെ കാവൽ ചെയ്യാൻ എന്തിനാ 16 പടയാളികൾ, ഒരുത്തനെ പൂട്ടാൻ എന്തിനാ 3 വാതിലുകൾ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പറയുന്നു, ഇത്രയും അധികം വാതിലുകൾ നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുക, നിന്റെ അകത്ത് കിടക്കുന്ന ശക്തിക്ക് അത്രയും വലിപ്പമുണ്ട്. നിനക്ക് 16 പേര് നിന്നെ കാവൽ ചെയ്യാൻ നിൽക്കുമ്പോൾ കർത്താവ് നിന്നോട് പറയുന്നൊരു വാക്ക, നീ ചുമക്കുന്ന ദൈവശക്തിക്ക് അത്രയും വലിപ്പമുണ്ട്. പരിശുദ്ധാത്മാവ് ഇതിനകത്തും നിങ്ങളോട് പറയുക, നിങ്ങൾ ചുമക്കുന്ന ദൈവ സാന്നിധ്യം ചെറുതല്ല, അത് വലുത്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ആ മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ, മഹത്വം വെളിപ്പെടട്ടെ. Come on, lam shadara rima nashke riba shamteni riba shamana gadaga athina regal kamana vaishas proudi biri gadaga. ഈ ചുമക്കുന്ന ദൈവശക്തി ചില പ്രതികൂലങ്ങൾ നിനക്കെതിരെ വന്നെങ്കിൽ അത് ബൈബിൾ പറയുന്നു, അതിന്റെ ശക്തി അത്രയും വലിപ്പമേറിയത്. പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തി അത്രയും വലിപ്പമുള്ളതാ. ഹല്ലേലൂയ. കരമുയർത്തിട്ട് ഹല്ലേലൂയ പറഞ്ഞ് ഞാൻ ഈ ഭാഗത്തോട്ടൊന്ന് കേടി വരട്ടെ. 1-2 കാര്യങ്ങൾ വ്യക്തമായിട്ട് ഞാൻ ആ ഭാഗത്തിൽ നിങ്ങളോട് പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. പത്രോസിനെ പിടിച്ച് പൂട്ടിയിട്ടത് 16 കാവൽ പടയാളികളുടെ അകത്താണ്. 3 വാതിലുകൾ അവനെ അടച്ചിരിക്കുന്നു. ഉദ്ദേശം ഒന്നേയുള്ളൂ, ഇനി അവൻ പുറത്തിറങ്ങരുത്. ആമേൻ. ഇനി പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞാൽ ഒരു അഭിഷിക്തനോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോ ഉള്ള നിന്നെ പിടിച്ച് ആരെങ്കിലും പൂട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയം തകരുമെന്ന് ഉറപ്പാ. പക്ഷെ നീ ഓർക്കേണ്ട 1-2 കാര്യമുണ്ട്. ഇന്നലകളിൽ കർത്താവ് നിന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ഈ ദൂത് നിവർത്തിയാകാതെ നിന്നെ ആരും ഒന്നും ചെയ്യത്തില്ല. എത്ര പേർക്കത് ഉറപ്പുണ്ട്? നിന്നോട് പറഞ്ഞ ചില ദൂതില്ലേ, അത് വെളിപ്പെടാതെ ഒരുത്തരും നിന്റെ കഴുത്തിന് കത്തി വയ്ക്കത്തില്ല. വിശ്വസിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കേട്ട ദൂതും നീ കേട്ട വാഗ്ദത്തങ്ങളും അത് നിവർത്തിയാകാതെ ഒരുത്തരും നിന്നെ തൊടുകയില്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ ദൈവശക്തിയെ സ്വർഗം പകരട്ടെ. Receive the fire of God. Oh, lam rakamana rimana shekene ribal cloudy bidigadaga achas kamanagadaga vaidam janatharamanaga atyuna regal kamanagadaga യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ഇന്ന് പകലിൽ നീ ചുമക്കുന്ന ദൈവശക്തിയെ ചിലരൊക്കെ ഭയക്കുന്നുണ്ട്. മാത്രമല്ല അവൻ ഭയക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ന് പകൽക്കാലം നീ എന്തിനാ പേടിക്കുന്നത്? നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. നിനക്ക് ചില വാഗ്ദത്തങ്ങൾ തന്നിട്ടുണ്ട്, നിനക്ക് ചില ദൂതുകൾ തന്നിട്ടുണ്ട്. അത് നിവർത്തിയാകുന്നത് വരെ ഒരുത്തനും നിന്നെ തൊടുകയില്ല. ഉടകമന ശന്തന റിഗൽ കമന വൈഷസ് പ്രൗഢി ബിരിഗടക റിഗൽ കമന അത്യുന രക്ഷസ് കമന വൈഡം ജനാധരാമന ഘടക. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ, യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. വാവ്. ഞാൻ ഈ പത്രോസിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു. പത്രോസെ, നീ മീൻ പിടിച്ച് നടന്ന കാലത്ത് യേശു നിന്നെ വിളിച്ചതാ. ഒന്നും കണ്ടിട്ടല്ല, കൂടെ അങ്ങ് ഇറങ്ങി നടന്നു. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ 12 പേരും ഫിലിപ്പിൻ്റെ കൈസരിയുടെ ദേശത്ത് വന്നപ്പോൾ കർത്താവ് ഇങ്ങനെ വിളിച്ച് നിർത്തിയിട്ട് ചോദിച്ചോ, നാട്ടുകാരെന്തൊക്കെയോ പറയുന്നുണ്ട്. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ അല്ലേ. ഒരു വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, നാട്ടുകാരെന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ 12 പേരും അടുത്ത് വന്നു. എന്നതാ കർത്താവ് വിഷയം? ഈ 12 ശിഷ്യന്മാരും ചുറ്റുപാടും നിൽക്കുമ്പോൾ യേശു ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, ലോകം എന്നെ ആരെന്ന് പറയുന്നു? ഒരു ഹല്ലേലൂയ പറഞ്ഞേ അല്ലേ. ചോദിക്കണ്ടേ? ഇടയ്ക്കിടയ്ക്ക് ഞാനും ചോദിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. ലോകം എന്നെ ലോകം എന്നെ ആരെന്ന് പറയുന്നത് ഞാനല്ല ചോദിച്ചത്. ഇത് യേശു 12 ശിഷ്യന്മാരോട് ചോദിച്ചതാണ്. ലോകം എന്നെ ആരെന്ന് പറയുന്നു. അപ്പോഴാണ് ഓരോരോ ഉത്തരങ്ങളിങ്ങ് പുറത്തു വരാൻ തുടങ്ങി. ആമേൻ. ചിലർ പറയുക ചത്തുപോയ ഏതോ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുവാന്ന്.
ചിലരൊന്ന് തല വെട്ടിക്കളഞ്ഞ യോഹന്നാൻ വേറെ രൂപത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുക. ചിലരൊന്ന് പണ്ട് ചത്തുപോയ മരിച്ചുപോയ യിരെമ്യാ പ്രവാചകൻ വന്നിരിക്കുന്നു. യെശയ്യാവ് നിന്നെ പല പേരുകളിലും പലരും പറയുന്നു. ഇനി സത്യം പറഞ്ഞ പുറത്ത് പറയാൻ പറ്റാത്ത പല പേരുകളുണ്ട്. അതുകൊണ്ട് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. കേൾക്കുമ്പോൾ മോശം തോന്നും, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടൊന്നും പറയാത്തേ. ആമേൻ. ചിലരൊക്കെ പറയുന്നു അതാ ഇതാ. അതുകൊണ്ട് ഞാൻ ചിന്തിച്ചു, നിങ്ങൾ എന്നെ ലോകം എന്നെ ചിലരൊക്കെ കേട്ട് കാണും. ആമേൻ. പലരും എന്നെ പലതും പറയുന്നുണ്ട്. ഒരു സ്വത്രം പറഞ്ഞേ. പലരും പലതും പറയുന്നുണ്ട്. പറയട്ടെ. യേശു പറഞ്ഞു അതൊന്നും എനിക്ക് വിഷയമല്ല, പക്ഷെ എൻ്റെ കൂടിരിക്കുന്ന നിങ്ങളെന്ത് പറയുന്നു? ഇതാ കർത്താവ് വന്ന് ചോദിച്ചത്. ശരിയല്ലേ? ആമേൻ. നാട്ടുകാരത് പറയുന്നേ, അവർ പലതും പറയട്ടെ. ഇനി ഞാൻ കെട്ടുവാന്നോ, ഞാൻ ഇവിടെ എന്ത് പറയാനാ, നശിപ്പിക്കുവാന്നോ, ഞാൻ പലതിനെ ഒതുക്കുവാന്നോ, ഇതൊക്കെ നാട്ടുകാർ പലതും പറയട്ടെ. പക്ഷെ നിങ്ങൾ എന്നാ പറയുന്നു? നിങ്ങൾ പറയുന്ന കാര്യമാണ് പ്രധാനം. കർത്താവ് പറഞ്ഞു അവർ പലത് അത് പറയാൻ വേണ്ടി ജനിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ഹല്ലേലൂയ. അവർ പറയാൻ വേണ്ടി ജനിച്ചത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ മാസവും എൻ്റെ വായിന്ന് എൻ്റെ ചെവിയിൽ കേട്ടതേ ഉള്ളൂ. ആമേൻ. ഞങ്ങളുടെ വിശ്വാസികളുടെ വീട്ടിനകത്ത് വന്നിട്ട് മറ്റൊരു പാസ്റ്റർ പറയുക, നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങളെ ബന്ധിച്ചിട്ടേക്ക് വന്നു. എൻ്റെ പൊന്ന് സിസ്റ്റർമാരെ, സഹോദരന്മാരെ, നിങ്ങളല്ലയോ എൻ്റെ കൂടെ നിന്ന് പ്രാർത്ഥിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്ന കെട്ടഴിക്കാൻ. ഞാൻ എപ്പോഴാണ് പിടിച്ച് കെട്ടുന്നത്? ഒരു ഹല്ലേലൂയ പറഞ്ഞില്ല നിങ്ങൾ? ആമേൻ. അപ്പോൾ ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ നാട്ടുകാർ നമ്മളെയും കുറിച്ച് പറയും. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്, കർത്താവ് എന്തൊക്കെയോ വിദേശത്ത് ചെയ്യാൻ പോവുക. പട്ടണത്തിൻ്റെ ഉണർവ് കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തരും. അത് ഉറപ്പാ. 3.5 വർഷം കൊണ്ട് കർത്താവ് ജെറുസലേമിനെ ഉണർത്തിയെങ്കിൽ ഈ സീസണിൽ പരിശുദ്ധാത്മാവ് പറയുന്നു പലർക്കും ചെയ്യാൻ കഴിയാത്തത് ഈ സീസണിൽ ദൈവം ചെയ്യും. ഓ, വിശ്വസിക്കുന്നവർ ഇന്ന് പകലിൽ ആത്മസാന്നിധ്യത്തെ സ്വീകരിക്കട്ടെ. അപ്പൊ യേശുവിനെ കുറിച്ച് പലരും പറയുക, കർത്താവേ, ചിലർ പറയുന്നത് ഈ സാത്താൻ്റെ തലവനെ കൊണ്ട് പരിപാടിയൊക്കെ ചെയ്യുവാന്ന്. അതാ പറഞ്ഞു, എല്ലാം പറയാൻ പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ കുറേ പരിപാടികളൊക്കെ പറഞ്ഞു. അതൊന്നും സാരമില്ല. നാട്ടുകാരല്ലേ, അവർ പലതും പറയും. വെളിപ്പാടില്ലാതെ കിടക്കുന്നത് പലതും പറയും. ഒരു ഹല്ലേലൂയ പറഞ്ഞു നിങ്ങൾ? ആമേൻ. പറയട്ടെ. പക്ഷേ എനിക്കതൊന്നും വിഷയമില്ല. നിങ്ങൾ 12 ഉള്ളൂ, കുഴപ്പമില്ല. നിങ്ങൾ എന്നാ പറയുന്നു? ഇപ്പോൾ ഒരു ആളങ്ങോട്ട് വന്നിട്ട് പറയുക, കർത്താവേ, എനിക്കൊരു കാര്യം മനസ്സിലായി. നീ മറിയയുടെ മോനല്ല, നീ ജോസഫിൻ്റെ മോനല്ല, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിങ്ങളോട് പറയുക, നിങ്ങൾ പ്രാപിക്കേണ്ടത് മാനുഷിക ജ്ഞാനമല്ല, നിങ്ങൾ പ്രാപിക്കേണ്ടത് ദൈവിക വെളിപ്പാടാ. ഇന്ന് പകൽക്കാലം ലോകം പറയുന്നത് കേട്ടാൽ നിങ്ങൾ വീടുപോകുക. എന്നാൽ ദൈവത്തിൻ്റെ വെളിപ്പാട് നിന്റെ അകത്ത് വന്നാൽ നീ വീഴത്തില്ല, നീ നിലനിൽക്കും. ഓ, in the name of Jesus, നീ പ്രാപിക്കേണ്ടത് ലോകത്തിന്റെ ജ്ഞാനമല്ല, ലോകത്തിന്റെ വെളിപ്പാട്. ആരൊക്കെ ദൈവാത്മാവ് ശക്തമായി ഇന്ന് പകൽ സംസാരിക്കുന്നു, നിന്റെ അകത്ത് വെളിപ്പെടേണ്ടത് ക്ലാസ് അല്ല, സർട്ടിഫിക്കറ്റ് അല്ല, നിന്നിൽ വെളിപ്പെടേണ്ടത് ചില റെവലേഷനാ, ചില വെളിപ്പാടാ. വെളിപ്പാടിൽ വന്നാൽ നീ വീഴുകയില്ല. വെളിപ്പാടിൽ വന്നാൽ നീ ദുരുപദേശത്തിൽ തെറ്റുകയില്ല. വെളിപ്പാടിൽ നിന്നാൽ ലോകത്തിന്റെ ജ്ഞാനത്തിൽ നീ തകരുകയില്ല. ഓ, ദൈവാത്മാ പറയുന്നു, അവൻ നിനക്ക് ആവശ്യം വെളിപ്പാടാ, റെവലേഷനാ. യേശു ആരെന്നത് ആരും പറഞ്ഞിട്ടല്ല, ഇവൻ മനസ്സിലാക്കിയത് യോ ദൈവത്തിന്റെ വെളിപ്പാടിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വെളിപ്പാട് പ്രാപിച്ചാൽ ഒരു ഗുണമുണ്ട്. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുവാണ്, തെറ്റായിട്ടൊന്നും അല്ല, എനിക്കൊരു തോന്നിയതുകൊണ്ട് ഞാനങ്ങ് പറയുക. കർത്താവ് പെട്ടെന്നൊരു പക്ഷവാതം കാണിച്ചു. നമ്മുടെ ഭാഷയിൽ ചിലപ്പോൾ അങ്ങനെ തോന്നും, അങ്ങനൊന്നും അല്ല കേട്ടോ. എങ്കിലും ഒരു പക്ഷവാതം. ഈ 12 പേര് നിൽക്കുമ്പോൾ
ഒരാളിൻ്റെ കയ്യിൽ താക്കോൽ കൊടുത്തു. വിഷം വരുമോ? ഇല്ലേ? വരും. ആമേൻ. ഒരു ദിവസമായി 12 വിളിച്ചത്, ഒരു ദിവസമായി 12 കൂടെ കൊണ്ടു നടക്കാൻ തുടങ്ങിയത്, ഒരു ദിവസമായി ഇവരെല്ലാം വിളിച്ച് കൂടെ 10 അപ്പോസ്തലന്മാരെന്ന് പേരിട്ട് നിർത്തിയത്. പക്ഷെ ഒരു ദിവസം ഒരുത്തന് മാത്രം താക്കോൽ കൊടുത്തു. അപ്പൊ കർത്താവ് എന്നോട് പറയുക, വിളിച്ചത് ശരി, കൂടെ നടന്നത് ശരി, കൂടെ പോരുന്നത് ശരി, വീട്ടിൽ പോകുന്നത് ശരി, വെളുപ്പിന് വരുന്നത് ശരി, എല്ലാം ഓക്കെ. പക്ഷെ ഇത് പക്ഷപാതം എന്ന് പറയാൻ പറ്റത്തില്ല. വെളിപ്പാടുള്ളവന്റെ കയ്യിൽ താക്കോലുണ്ട്. ഇന്നാരുടെ ദൈവാത്മാവ് ഇതിനകത്ത് പറയുന്നു, താക്കോല് ചുമ്മാ കിട്ടുന്നതല്ല. ചില റെവലേഷനുകൾ, ചിലതിനെ തുറക്കാനുള്ള താക്കോലുകൾ. Yes, 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 come on. Receive the fire of God. Lam shata rakamana. Ribana shakania. Atuna raksaskamana gadaga. ചില റെവലേഷനുകൾ, ചില താക്കോലുകളായി നിന്റെ കയ്യിലേക്ക് തിരികെ തരാൻ പോവാ. Yes, 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 yes. മകത്വം ചലിക്കട്ടെ. Ribana shandal kamana. Vaishas pravdi virigadaga. Adaga shamana gadagase. In the mighty power, in the mighty name of Jesus. ആ ദൈവ ശക്തി ഇന്ന് പകൽ ചലിക്കട്ടെ. ചില വെളിപ്പാടുകൾ, ചില താക്കോലുകൾ നിന്റെ കരത്തിൽ വരാൻ കാരണമാകുന്നു. ലമന ശന്തന റീബാല ഹദ്ന റിഗൽ കമന അടക ക്ഷമന ഗടക ഷൈഡ പ്രൗഡി ബിരി ഗടകസേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇത് 12 കിട്ടിയില്ല, പക്ഷെ വെളിപ്പാട് പറഞ്ഞ ഒരുത്തന് കിട്ടി. ഇത് 12 കിട്ടില്ല എന്നല്ല, കിട്ടും. എപ്പോ നീ വെളിപ്പാടിനാൽ നിൽക്കുവോ അന്ന് നിന്റെ കയ്യിൽ താക്കോല് വരും. ഇവിടത്തെ ചിന്തകൾ വിട, ലോകത്തിന്റെ പഠിപ്പീര് വിട, ലോകത്തിന്റെ സർട്ടിഫിക്കറ്റ് അല്ല. നീ വെളിപ്പാടിനകത്ത് എപ്പോ കയറുമോ അന്ന് ചില താക്കോലുകൾ നിന്റെ കരത്തിൽ വരും. ദൈവരാജ്യത്തിൽ ചിലത് തുറക്കാൻ, ചിലത് അടയ്ക്കാൻ. യെസ് 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 യെസ്. ഇന്ന് രാത്രിയിൽ അതോറിറ്റിയുടെ താക്കോൽ ഈ പകലിൽ ദൈവം ചിലർക്ക് വേണ്ടി റിസീവ് റിസീവ് ദ ഫയർ ഓഫ് ഗോഡ്. കേട്ടട്ടെ, മകത്വം തൊടട്ടെ. അഡമ ശാന്തന റീബൽ പ്രൗഢി ബിരി ഘടക അത്യുന രക്ഷസ്കമന വൈഡം ജനാധരാമന ഘടക വൈഡ പ്രൗഢി ബിരി ഘടക അദ്ദൽ കമന ഘടകസേ. യേശുവേ, നിന്റെ മകത്വം ഇറങ്ങട്ടെ, നിന്റെ മകത്വം ചലിക്കട്ടെ, നിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. ഉടകബല ശാന്തന റീബൽ പ്രൗഢി ബിരി ഘടക അക്ഷസ് കമന ഘടകസേ. ആരുടെയൊക്കെയോ കൈകളിലേക്ക് ചില താക്കോലുകൾ വരും. ഇന്ന് പകലിൽ ചിലത് തുറക്കാൻ, ഇവിടെ നിന്നും കൊണ്ട് ദൈവരാജ്യത്തിന്റെ താമേൻ വാതിലുകളെ തുറക്കാൻ, ചിലതിനെ അകത്തോട്ട് കയറ്റാൻ, ചിലതിനെ ആമേൻ താമേൻ ഓപ്പൺ ചെയ്യാൻ ഇന്ന് പകലിൽ ചില താക്കോലുകൾ നിന്റെ കരത്തിൽ സ്വർഗം ഏൽപ്പിക്കട്ടെ ഏൽപ്പിക്കട്ടെ ഏൽപ്പിക്കട്ടെ. റീവാല ശന്തൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടക അത്യുന രക്ഷസ് കമന ഘടക റീവൽ ലാഭ ശന്തൽ കമന വൈഡം ജനാധരാമന ഘടക. ഇന്ന് പകലത് ചലിക്കട്ടെ. ദൈവ മഹത്വം ചലിക്കട്ടെ, ദൈവ സാന്നിധ്യം ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ്, ആത്മ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കട്ടെ. താക്കോലുകൾ പരിശുദ്ധാത്മാവ് കൈമാറിയത് അപ്പോസ്തലൻ എന്ന പേരുള്ളവന്റെ കയ്യിലായിരുന്നില്ല, മറിച്ച് വെളിപ്പാടുള്ളവന്റെ കയ്യിലാ. ആ വെളിപ്പാടിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, ഇത് പഠിച്ചതല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തിയതാണ്. ആമേൻ. വെളിപ്പാടുള്ളവന്റെ കയ്യിൽ താക്കോല് കൊടുക്കും. അന്നും കൊടുത്തു, ഇന്നും കൊടുക്കും. സർട്ടിഫിക്കറ്റ് ഉള്ളവന്റെ കയ്യിലല്ല താക്കോല്, പഠിച്ചതിന്റെ പേരിലല്ല താക്കോല്, അറിവിന്റെ പേരിലല്ല താക്കോല്, കാശിന്റെ പേരിലല്ല താക്കോല്. ശക്തമായി ദൈവാത്മാവ് പറയുന്നു, നീ പാർക്കുന്നത് കുടിലാണെങ്കിലും വെളിപ്പാടുണ്ടെങ്കിൽ ചില താക്കോലുകൾ നിന്റെ കരത്തിൽ ദൈവം തരും. തരും. Take the power. Take the power. Lam shata rakamana ribana shakenia. ചില റെവലേഷനുകൾ സ്വർഗം നിനക്ക് വേണ്ടി തരട്ടെ. ചില റെവലേഷനുകൾ സ്വർഗം നിനക്ക് വേണ്ടി ഒരുക്കട്ടെ. In the mighty anointing.
കരമുയർത്തിയിട്ട് ഹല്ലേലൂയ പറഞ്ഞ് ശ്രദ്ധിക്കുക. അപ്പോ അന്ന് യേശു ആരെന്ന് തിരിച്ചറിഞ്ഞ ഒരുത്തൻ ഉണ്ടായിരുന്നു, അവനൊരു താക്കോല് കൊടുത്തു. ഹല്ലേലൂയ. യേശുവിനെ എപ്പോൾ അറിയോ അപ്പോൾ ചില താക്കോല് നമ്മുടെ കൈ വരും. ആമേൻ. ദൈവരാജ്യത്തിനകത്ത് തുറക്കാനും അടയ്ക്കാനും ഉള്ള താക്കോല എന്ന് പറഞ്ഞാൽ ഒരുത്തനെ സ്വർഗത്തിനകത്തോട്ട് ദൈവരാജ്യത്തിനകത്തോട്ട് കയറ്റാൻ വെളിപ്പാടുള്ള നിന്നിലൂടെ പറ്റുമെന്നർത്ഥം. ഹല്ലേലൂയ. സ്വർഗത്തിൽ കൊണ്ട് എത്തിക്കാൻ പറ്റത്തില്ല, ദൈവരാജ്യത്തിനകത്തോട്ട് റൂട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഹല്ലേലൂയ. മനസ്സിലാവുന്നു? ദുർവ്യാഖ്യാനം ചെയ്യണ്ട. ഇനിയിപ്പോൾ എനിക്ക് എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആയിട്ടുണ്ടോ? പൗലോസ് പറഞ്ഞല്ലോ, ഞാനും വല്ലവരെയും പിടിക്കാൻ പറ്റുമെന്നോട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഹല്ലേലൂയ. അതല്ലേ പൗലോസ് പറഞ്ഞു, വല്ലവിധനെ അങ്ങോട്ടൊന്നോ കയറി പറ്റാൻ പറ്റുമോ എന്ന് ആലോചിച്ച് പുള്ളി ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാ ഞാനും. അപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ റൂട്ട് കാണിച്ചു തരാൻ പറ്റും, വലിയ കൂട്ടം സ്നാനപ്പെടും, ഇതൊക്കെ വെളിപ്പാടുള്ളവൻ്റെ കൈ വഴി നടക്കും. ഇതാ താക്കോലെന്ന് ഞാൻ പറഞ്ഞ്. ചിലത് അകത്ത് കയറും, ചിലത് ദൈവരാജ്യത്തിനകത്തോട്ട് വരും, ചിലത് പരിശുദ്ധ പറയുന്നു ഇതിനകത്തിരിക്കുന്ന സാധാരണക്കാരെന്ന് ലോകം പറയുന്ന നിന്നിലൂടെ അസാധാരണമായ ചില ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നു. ഈ ആണ്ട് തീരുന്നതിന് മുൻപ് ചില കൂട്ട സ്നാനങ്ങൾ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ ഉപയോഗിക്കട്ടെ. Wow, Holy Spirit, Holy Spirit, Lama Nashakeni, Rival Proudi Bidigadaga, Achas Kamanagadagassi, Wide Proudamanagadagasi, Atina Regal Kamanagadagassi, Eshuvinda Namatil Yangal Jayamadekugayar, Harishutatmave, in the Pagalil Chalikumaragata. Oh, Hallelujah. എന്താ ദൈവത്തിൻ്റെ വചനം പറയുന്നത്? ഈ പത്രോസ് വെളിപ്പാടുകൾ ഒറ്റ പ്രസംഗത്തിൽ 3000 എണ്ണത്തിന് പിടിച്ച് പാപത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് ദൈവരാജ്യത്തിൽ കയറ്റിയപ്പോൾ വിറച്ചത് ആരെന്നറിയുമോ? പുരോഹിതനൊന്നും അല്ല, സാത്താൻ വിറച്ചു. പുള്ളിക്ക് മനസ്സിലായി പുള്ളിയെ സമാധാനത്തോടെ ഒന്ന് നടക്കാൻ പോലും പറ്റത്തില്ല, വിടാൻ പറ്റത്തില്ല. കാരണം ഇനി വേറൊരു ഭാഗത്ത് 5-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, പുള്ളി തെരുവിലൂടെ നടന്നു കഴിയുമ്പോൾ സൂര്യൻ ഉദിച്ചിട്ട് അവൻ്റെ നിഴല് സൈഡിൽ കൂടെ പോകുമ്പോൾ രോഗി വന്ന് കിടന്നാലും അവർ ചാടി എഴിക്കും. കിടരോഗിക്ക് സൗഖ്യമാകാൻ മരുന്നിന് പകരം നിഴല് മതിയായിരുന്നു. ആ കാലഘട്ടത്തെ അത്രയും ആത്മശക്തി ചുമക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പത്രോസ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ പറയാ, ചുമ്മാതല്ല നിന്നെ ദേശം ഭയക്കുന്നു, ചുമ്മാതല്ല ചുമ്മാതല്ല. അവരുടെ ദൈവം എന്താ പറയുന്നു? നീ ചുമക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം, അഭിഷേകം ഇന്ന് പകലിൽ കഥ തീ പോലെ ചില ശരീരങ്ങളിൽ ദൈവമകത്തോ ഇന്ന് പകൽ വെളിപ്പെടുകയാ. ചന്ദന റിഗൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടക അത്യുന റിഗൽ കമന ഘടകസെ യേശുവിന്റെ നാമത്താൽ ജയം. തനിക്ക് സത്യം പറഞ്ഞാൽ തെരുവിലൂടെ നടന്നാ മതി, പ്രസംഗിക്കണമെന്നില്ല, ആർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നില്ല. കാരണം താൻ ചുമക്കുന്ന ഈ അഭിഷേകം നാട്ടുകാർക്ക് പരിചിതമാണ്. പത്രോസിന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി പ്ലാവിലയ്ക്ക് പോലും അറിയാമെന്ന് ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറട്ടെ. സകലത്തിനും അറിയാം, ആ നിഴലെങ്കിലും കിട്ടിയാൽ മതി, ഞാൻ സൗഖ്യമാകുമെന്ന് പറയുന്ന ഒരു ജനറേഷൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. In the name of Jesus, ആത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. പ്രാർത്ഥിക്കാമെങ്കിൽ ഇതിനകത്തും അതുപോലെ ഹെവിയായി ദൈവത്തിന്റെ ആത്മാവിനെ ചുമക്കുന്ന ചിലർ എഴിക്കാൻ പോവുക. മഹത്വത്തിന്റെ തീ ചില ശരീരങ്ങളിലേക്ക് ഇപ്പോൾ
പിടിച്ചൊതുക്കാൻ കഴിയാത്ത ഒരു ആത്മശക്തി ചില ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഫയർ! ഓ, കഥടെ 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 റീബ ലഖമാന ഷാരാധേരിയ റീബ ശമനഘടകസ് അഭിഷേക ഒരു അഗ്നി പോലെ ഇന്ന് പകൽ ഹോളിനകത്ത് ചലിക്കുന്നു. Take the power. Oh, lamshatara Rimana Shekeni Rebel Proudi Birigadega Adagat Shamanagadagasi Atina Regal Kamanagadaga Eshuve in the Magaton Chalikata Eshuve in the Magaton Chalikate. Glory Rikabala Bashandal Kamanagadaga Legacy Yantana Ribala Hastana Rachas Proudi Biri Yantana. ദൈവത്തിന് ആവശ്യമുണ്ട്. ഒന്നുകൂടെ ഞാൻ കയറി പറയുക, അന്ന് പത്രോസിനെ മാത്രമല്ല, ഈ ജനറേഷനിലും ദൈവത്തിന് ആളെ വേണം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ ചുമന്നുകൊണ്ട് നടക്കാൻ, അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനെ വഹിച്ചുകൊണ്ട് നടക്കാൻ. യെസ്, നീ റെഡിയാണെങ്കിൽ ഈ സീസണിൽ നീ അവൻ്റെ പാദപീഠത്തിൽ ഇരിക്കുക. അവൻ്റെ പാദപീഠത്തിൽ ഇരുന്നാൽ യെസ്, അമ്മയുടെ തള്ളക്കോഴിയിൽ നിന്ന് ചൂട് ചലിക്കുന്നത് പോലെ ഹെവിയായ ദൈവശക്തി ഓ ചിലതിൻ്റെ അകത്ത് സ്വർഗം നിക്ഷേപിക്കാൻ പോവുക. 2025 നിനക്കും സാക്ഷ്യമുണ്ടാകും. നിന്റെ അടുക്കൽ വരുന്നവന് വാ മൂട്ടത്തിൽ ഇരിക്കത്തില്ല. അവൻ സാക്ഷ്യങ്ങൾ പറയും. ഓ, അവൻ സാക്ഷ്യങ്ങൾ പറയും. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകലിൽ ദൈവശക്തി വ്യാപരിക്കുന്നു. റിസീവ് ദ ഫയർ. ഓ, കഥട ലബ്രാഷകെ റീമാനാഷകേനി ദീപൽ പ്രൗഢമനഗഡഗസി. ഈ അഭിഷേകത്തിന്റെ ചലനങ്ങൾ നിന്നിൽ വെളിപ്പെടട്ടെ, നിന്നിൽ ചലിക്കട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി കൊതിക്കുന്നവരാ നിങ്ങളെങ്കിൽ ഈ സമയം ദൈവാത്മാവ് നിങ്ങളിൽ നിന്ന് നിറയ്ക്കട്ടെ, 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 നിറയ്ക്കട്ടെ. ഓ, നിറയട്ടെ. ലാമാന ശംതൽ കമന വൈശസ് പ്രൗഢി ബിരികടകസി. ചിലത് നിറയട്ടെ. ദൈവാത്മാവ് പറയുന്നു ആമേൻ. അല്പമുള്ളവനെ ശ്രദ്ധിക്കത്തില്ല പിശാച്. അധികമുണ്ടെങ്കിൽ പിശാച് നിന്നെ ശ്രദ്ധിക്കും. നിന്നിൽ അധികമാണെങ്കിൽ പിശാച് നിന്നെ ശ്രദ്ധിക്കും. കാരണം ഇങ്ങനെയുള്ള പത്രോസുമാര് തെരുവിലൂടെ നടക്കുന്നതും പിശാചിന് പേടിയാ. അത്രയും അഭിഷേകവും ശക്തിയുമുള്ള നീ ദേശത്ത് കൂടെ നടക്കുന്നതും പിശാചിന് ഭയവാ. കാരണം നീ നടന്നാ മതി, അവന്റെ ഇരിപ്പിടങ്ങൾ പലയിടത്തും കത്തും. ഓ, നീ തീയുമായാ പോകുന്നെങ്കിൽ അവന്റെ ഇരിപ്പിടങ്ങൾ പലയിടത്തും 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 ഓ കത്തും കത്തും കത്തും. ദേശത്ത് കുടുംബങ്ങൾക്കകത്ത് ഇരിക്കുന്ന കുടിയിരിപ്പിന്റെ സ്പിരിറ്റുകളും ഓ വച്ചേക്കുന്ന പല സങ്കേതങ്ങളിലും ആത്മാവിന്റെ തീ. യെസ് 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 ഫയർ. കഥട കഥട കഥട. എവിടേക്ക് മകത്വം വെളിപ്പെടുന്നു, എവിടേക്ക് സാന്നിധ്യം വെളിപ്പെടുന്നു, എവിടേക്ക് ശക്തി വെളിപ്പെടുന്നു, കൃപ ചലിക്കുന്നു, അഭിഷേകം ഇറങ്ങുന്നു. യേശുവിന്റെ നാമത്താൽ ജയം. Glory, 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 glory. Labra Shantana Rakshaskamanagadaga Shaida Proudi Birigadagasi. Amen. Hallelujah. കർത്താവിൻ്റെ വചനം പറയുന്നു, പത്രോസിനെ പിടിച്ച് അടച്ചിട്ടു. പുള്ളി കയറി എല്ലാ പരിപാടിയും ചെയ്യുന്നെന്ന്. ബൈബിൾ പറയുന്ന പുള്ളി ചെരുപ്പൂരി, അങ്കി ഊരി, ബെൽറ്റങ്ങ് ലൂസ് ചെയ്തു. പുള്ളി പറയും ഇനിയൊന്നും നടക്കത്തില്ല. 2 കൈയും ചങ്ങല കൊണ്ട് ബന്ധിച്ച 16 പടയാളികൾ തന്നെ കാവൽ ചെയ്ത് 3 വാതിലുകൾ തൻ്റെ മുമ്പിൽ പൂട്ടിയിട്ടിരിക്കുമ്പോൾ പുള്ളി വിചാരിച്ചു തീർന്നു കാണും. പക്ഷെ എന്തോ വെളിപ്പാട് പറഞ്ഞ പത്രോസ് നോക്കിയിട്ട് ഒരു ദൂത ദൈവം പറഞ്ഞു, നീ പത്രോസ് ആകുന്നു. താക്കോല് കൊടുത്തപ്പോഴേ കർത്താവ് ഒരു ദൂത് പറഞ്ഞു, നീ ആരാകുന്നു? പത്രോസ് ആകുന്നു. ഈ പാറമേൽ, നീ വെളിപ്പെടുത്തിയ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ നിന്നെ ഇവിടെ പിടിച്ച് പൂട്ടാന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. സഭ കണ്ടിട്ട് നീ പോവും. ഇന്ന് ആരോടൊക്കെ ദൈവാത്മാ പറയുക, ചില ദൂത് വെളിപ്പെടണം.
തകർച്ച കണ്ടിട്ടല്ല നീ പോകേണ്ടത്, ചില ദൂതുകൾ കണ്ടേച്ചേ നീ പോവത്തുള്ളൂ എന്ന് ശക്തമായി ദൈവാത്മാവ് ഇന്ന് പകലിൽ ഇതിനകത്ത് റിലീസാകട്ടെ. ചിലത് നീ കാണണം, നിന്റെ ദൂത് നീ കാണണം, നിന്റെ വാഗ്ദത്തം നീ കാണണം, നിനക്കുള്ളത് നീ കാണണം. Receive fire of God. നിനക്കുള്ളത് നീ കാണണം. ആത്മാവ് ശക്തമായി ഇന്ന് പകൽ ഇതിനകത്ത് പറയുക, നിനക്കുള്ളത് നീ കാണും, നീ കാണും, നീ കണ്ടിട്ടാ പോകൂ. ഇല്ല പിശാച്, നീ 3 പൂട്ടി എന്ന് പറഞ്ഞ ഇതിനകത്തൊന്നും നടക്കത്തില്ല. നീ ചില വാതിൽ അടച്ചെന്ന് പറഞ്ഞ ഒന്നും നടക്കത്തില്ല. എനിക്ക് പ്രധാനം, എനിക്ക് ദൂത് തന്ന ഒരു ദൈവമുണ്ട്. തമ്പുരാൻ പറഞ്ഞിക്കുക, പാതാള ഗോപുരങ്ങൾ ഇതിനെ ജയിക്കയില്ല, ഇത് വളരൂ. ഈ അനോയിന്റിംഗ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ വെളിപ്പെടും. അങ്ങനെ നശിക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല, അങ്ങനെ നശിക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കത്തില്ല സിസ്റ്റർ, അങ്ങനെ നശിക്കാൻ ദൈവം കൂട്ടിക്കൊടുക്കത്തില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് ശക്തിയുണ്ട്. വലിയ അഭിഷേകം നിങ്ങളിൽ നിറയട്ടെ, വലിയ ദൈവശക്തി നിങ്ങളിൽ നിറയട്ടെ, അസാധാരണമായ സാന്നിധ്യം നിങ്ങളിൽ ചലിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് പകൽ ശക്തമായി ഇതിനെക്കെട്ട് പറയുക. ആമേൻ. ആ ദൂത് നിവർത്തിയാകാതെ പത്രോസ് നിന്റെ കഴുത്തിന് വാള് വയ്ക്കാമെന്ന ഹെരോദാവാണേലും തൊടത്തില്ലടാ. കാരണം അവന്റെ വാളിനേക്കാൾ ശക്തി എൻ്റെ ദൂതിനാ. അധികാരം, ലോകത്തിന്റെ അധികാരത്തെക്കാൾ ശക്തി എൻ്റെ ദൂതിനാ. ഇത് വിശ്വസിക്കാൻ ഈ 2025 ഇതിനകത്ത് കുടുംബങ്ങളുണ്ടെങ്കിൽ ആത്മാ പറയുന്നു അതവിടെ നിൽക്കും. പക്ഷെ നിന്റെ ദൂത് ദൈവം നിവർത്തിക്കും. തൊടുക, ദൈവാത്മാവ് തൊടുക. ഉടകമന ശന്തന റീബൽ പ്രൗഢമന അത്യുന രക്ഷസ്കമന നിവർത്തിക്കും, 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 നിവർത്തിക്കും. ഒരൊറ്റ മന്ത്രവാദത്തിന്, ഒരൊറ്റ ആവിചാരങ്ങൾക്ക് അതിനെ പൂട്ടാൻ കഴിയത്തില്ല. ദൈവം നിവർത്തിക്കും. Holy Spirit. In the name of Jesus. ആത്മാവ് ഇന്ന് പകൽ അതിശക്തമായി വെളിപ്പെടുക. എനിക്കറിയാം ചില വാതിലുകൾ തുറക്കുന്ന സീസണായത്, ചില വാതിലുകൾ തുറക്കുന്ന സമയമാണിത്. ഈ സമയങ്ങളിൽ ചിലത് തുറക്കപ്പെടും. എല്ലാം തീർന്നെന്ന് പത്രോസ് കരുതി അകത്ത് കിടക്കുമ്പോൾ പത്രോസിന്റെ അടുക്കൽ ഒരു വെളിച്ചം മിന്നി. ഒരു കാര്യം ഉറപ്പിച്ചോ, വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ യേശു വന്നിട്ടുണ്ട്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. വെളിച്ചം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം, യോഹന്നാൻ സുവിശേഷത്തിൽ യേശു വിളിച്ചു പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആരുടെ ദൈവാത്മാവ് ഒരു ദൂതായി സംസാരിക്കുന്നു. നീ കിടന്ന ഇരുട്ടറയ്ക്കുള്ളിൽ ഒരു വെളിച്ചം മിന്നിയെങ്കിൽ ഉറപ്പിച്ചോ, നിനക്ക് ദൂത് തന്നവൻ നിന്റെ മുറിയിൽ വന്നിട്ടുണ്ട്. Yes, 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 yes. Take the power of Holy Spirit. Ribala andal kamana vaishas praudi birigadaga. Adaga kshamana gadaga ralkamana she. നിനക്ക് ദൂത് തന്നവൻ നിന്റെ റൂമിലെത്തിയിട്ടുണ്ട്. അവൻ വെളിച്ചമാ, അവൻ വെളിച്ചമാ, യേശു വെളിച്ചമാ. ബൈബിൾ പറയുന്നു വെളിച്ചം പത്രോസ് കിടന്നെടുത്ത് മിന്നി. ചുമ്മാ മിന്നത്തില്ല, ഈ വെളിച്ചം അവനെ
തട്ടിയേച്ച് പറഞ്ഞു എഴിക്കടാ. 3 കാര്യങ്ങൾ പറഞ്ഞു. 1, അരമുറുക്ക. ഹെമേൻ, തീർന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞെന്ന് പറഞ്ഞ് ലൂസ് ചെയ്തതിൻ്റെ അരയില്ലേ, മുറുക്ക. 2, ഊരിവെച്ച സുവിശേഷത്തിന്റെ ചെരുപ്പില്ലേ, ധരിക്ക. 3, നീ ഊരി വെച്ചൊരു പുതപ്പുണ്ട്, അത് അഭിഷേകത്തിന്റെ നിയോഗത്തിന്റെ പുതപ്പ. ധരിക്ക. ഈ രാത്രി നിന്റെ ശുശ്രൂഷ തുടങ്ങും. ആ ശുശ്രൂഷകളുടെ പുതപ്പുകൾ ഇന്ന് പകല് റിലീസ് ആകുന്നു. അഭിഷേകത്തിന്റെ തീ ഇന്ന് പകലിൽ കത്തട്ടെ. റീബ ലഖമാന ഷാരാധേരിയ റീബ ശമനഘടകസി അടകൽ പ്രൗഢിമിനിഘടക അത്യുന രക്ഷസ്കമനഘടകസി. ഇൻ ദ നെയിം ഓഫ് ജീസസ് അരമുറുക്കുക, പുതപ്പ് ധരിക്കുക, സുവിശേഷത്തിന്റെ ചെരുപ്പിടുക. നിനക്ക് ഇനിയുമുണ്ട്. വചനം പറയുന്നു, ഇത് 3 പുള്ളിയോട് ചെയ്യാൻ പറഞ്ഞു. പുള്ളി ചിന്തിച്ചത് അഴിച്ചു വെച്ചിന് റെസ്റ്റ് ചെയ്യാന്ന. പക്ഷെ അന്ന് രാത്രി തമ്പുരാൻ വന്നിച്ചു പറഞ്ഞു, എടാ അരമുറുക്ക, സുവിശേഷ സമാധാന സുവിശേഷത്തിന്റെ ചെരുപ്പെടുത്ത് ധരിക്ക. നീ അങ്കിയില്ലേ, അഭിഷേകത്തിന്റെ അങ്കി, അതെടുത്ത് പുതയ്ക്ക. എന്നിട്ട് എൻ്റെ കൂടെ വാ. 16 പേര് കാവൽ ചെയ്ത് നിന്റെ വഴി അടയ്ക്കും. പക്ഷെ വഴി തുറക്കുന്നവൻ നിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇന്ന് പകൽ കണ്ണ് തുറന്നാൽ കാണും 16, കണ്ണടച്ചാൽ കാണും നിന്റെ ആത്മമണ്ഡലത്തിൽ വഴി തുറക്കുന്നവൻ. ഇന്ന് പകൽ ആ ദൂത് ഇതിനകത്ത് ചിലരോട് പറയുക, കണ്ണ് തുറന്നാൽ 16 അല്ല 32 കണ്ടോട്ടെ. പക്ഷെ കണ്ണടച്ചാൽ നീ കാണുന്ന ഒരു ദൂതനുണ്ട്. ചില വാതിലുകളും ചില വഴികളും തുറക്കാൻ. ചിലർക്ക് വേണ്ടി ഈ ദൂതൻ ഇറങ്ങുക. ഇന്ന് പകലിൽ ചില വ്യക്തികളുടെ മേൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. ഇന്ന് പകൽ നടക്കട്ടെ ആ മഹത്വത്തിന്റെ ശക്തി ഇതിനകത്തേക്ക്. നിന്റെ വാതിൽ തുറക്കുന്നു, നിന്റെ വഴി തുറക്കുന്നു, നിനക്കുള്ള വഴി തുറക്കുന്നു. ചിലത് തുറക്കട്ടെ, ചിലത് തുറക്കട്ടെ, ചിലത് തുറക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലത് തുറക്കട്ടെ. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. Mighty anointing, mighty anointing. തുറക്കട്ടെ, തുറക്കട്ടെ, തുറക്കട്ടെ. തുറക്കട്ടെ ആ ദൂതൻ. ദൂതൻ, ദൂതൻ, ദൂതൻ. Yes, yes, yes. Oh, the power of Holy Spirit. മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക, മഹത്വം വെളിപ്പെടുക. ഇന്ന് പകൽ ആത്മശക്തി നിന്റെ മേൽ വ്യാപരിക്കുന്നു. തൊടുക സിസ്റ്റർ നിന്നെ. In the mighty anointing, ഈ അഭിഷേകത്തിന്റെ അഗ്നി ഒരു തീ പോലെ, തീ പോലെ നിറയട്ടെ. മഹത്വം, മഹത്വം, മഹത്വം. തൊടുക, തൊടുക, തൊടുക. അഭിഷേകത്തിന്റെ അഗ്നി ഇന്ന് പകൽ കത്തട്ടെ. ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ നിറയട്ടെ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. In the mighty name of Jesus. നിറയട്ടെ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് സംസാരിക്കുന്നു. ആത്മനിറവുകൾ നിങ്ങളിൽ സംഭവിക്കുന്നു. ആത്മനിറവുകൾ നിങ്ങളിൽ സംഭവിക്കാൻ പോവുക. അവൻ പൂട്ടി വെച്ചതിന് ഇന്ന് പകൽ നമ്മൾ തുറക്കുക. ദൂതം വന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നീ വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെ 16 പേരെ കണ്ടു. പക്ഷെ ഇവൻ കണ്ണടച്ച് കിടന്നുറങ്ങുമ്പോൾ കാണുന്നത് 16 അല്ല, ഒരാളെയാ.
അത് തമ്പുരാന്റെ മെസ്സഞ്ചറാ, സ്വർഗത്തിൽ നിന്ന് വന്നയാളാ. ഇന്ന് പകൽ എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ അഭിഷേകം ഉള്ളവന്റെ കണ്ണും നടക്കാമെങ്കിൽ നിനക്കുള്ള ഒരാള് തമ്പുരാൻ അയക്കുന്നത് നിങ്ങൾ കാണാൻ പോവുകയാ. ഓ, കാണാൻ പോവുക, കാണാൻ പോവുക. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, കാണാൻ പോവുകയാ. Wow, wow, wow. La brashekeri anteni. Rival proudi bini gadaga shandal kamana gadaga se. Adaga proudi bini antenia. Rival shamana gadaga shaida proudi bini gadaga se. ശക്തമായി ദൈവാത്മാവ് ഇന്ന് പകലിൽ സംസാരിക്കുകയാ. ആമേൻ. നിനക്ക് വഴി അടയ്ക്കാൻ 16 ഉണ്ടെങ്കിൽ വഴി തുറക്കാൻ ഒരുവനുണ്ട്. വഴി അടയ്ക്കാൻ 16 ഉണ്ടെങ്കിൽ വഴി തുറക്കുന്ന ഒരുവൻ. ഓ, എന്തോ ചിലരുടെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വരിക. പാരമ്പര്യം കൊണ്ട് വഴി അടച്ചത് അവൻ പാരമ്പര്യ ശക്തികൾ കൊണ്ട് വഴി അടച്ചെങ്കിൽ ഇന്ന് പകൽ തുറക്കാൻ കരുത്തുള്ള ഒരുവൻ ഇതിനകത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ഇറക്കി വിടുന്നു. Come on, receive the power. Oh, amen. Lam shadara kamana റീമാന ഷന്തൽ കമനഗഡഗസേ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് പകലിലെ വലിയ ദൈവശക്തി ഇതിനകത്ത് വെളിപ്പെടുന്നു. അസാധാരണമായൊരു തീ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുക. റീബാല ഹന്തൽ കമനഗഡഗസേ. വന്നതുപോലെ നീ പോകത്തില്ല. നിന്റെ മേൽ അവൻ വെളിപ്പെട്ടൊരു വെളിച്ചമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ വെളിച്ചമാ. ഇന്ന് പകല വെളിച്ചം നിങ്ങളുടെ മേൽ അതിശക്തമായി ചലിക്കട്ടെ. ലോകത്തിൻ്റെ ചങ്ങലകൾ അഴിയപ്പെടാൻ പോകുന്നു. ആമേൻ. പത്രോസേ, നീ അവസാനിച്ചിട്ടില്ല. യാക്കോബ് പോയതുപോലെ പോകാനല്ല. ഇനിയും ചില ദൈവപ്രവർത്തികൾ നിനക്കുണ്ട്. നീ കണ്ട ചില വ്യക്തികൾ തോറ്റുപോയിരിക്കുക, ചിലരുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുക. പക്ഷെ നീ അങ്ങനെയല്ല. നിന്റെ മേൽ കിടക്കുന്ന പുതപ്പ് വ്യത്യസ്തമാകയാൽ, നീ ചുമക്കുന്ന ആ അഭിഷേകം വ്യത്യസ്തമാകയാൽ നിനക്ക് ഇനിയും ചിലത് ചെയ്യാൻ ഉണ്ട്. ചിലത് ചെയ്യാനുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് അത്ഭുതം നടക്കുക സിസ്റ്റർ. ഇനിയും ഉണ്ട് ചിലത് ചെയ്യാൻ. ചില വർഷങ്ങളായി അവൻ പൂട്ടിയതാ നിന്നെ. പക്ഷെ ഇന്ന് സ്വർഗ ഓപ്പണാകാൻ പോവുകയാ. ആത്മാവ് ശക്തമായി പറയുന്നു, ഇന്ന് ചിലർക്ക് വേണ്ടി ചിലത് തുറക്കുന്ന പകൽ തുറക്കപ്പെടാൻ പോകുന്നു. ഓടാബാല ശന്തൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടക രക്ഷസ്കമന ഘടക. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേൽക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടുകയാണ്. ഉടകബല ശന്തൽ കമന വൈശസ് പ്രൗഢി ബിരി ഘടകസേ. എത്ര പേർക്ക് ഇന്ന് പകലെന്ന് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് പകലിൽ എൻ്റെ മേൽ കിടക്കുന്ന ദൈവശക്തി അവൻ ഊരി വയ്ക്കാൻ സമയമായിട്ടില്ല. ആ പുതപ്പെടുത്ത് കളയാൻ സമയമായിട്ടില്ല. ലോകം പറഞ്ഞാലും കർത്താവ് പറയും, ധരിക്കടാ, നീ അതിനെ ഒന്നുകൂടെ എടുത്തൊന്ന് ധരിക്ക. എന്നിട്ട് എൻ്റെ പുറകെ ഒരു സഭ കാത്തിരിക്കുന്നു, ഒരു ദേശം കാത്തിരിക്കുന്നു, ഒരു ജനറേഷൻ കാത്തിരിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് പറയുക, അസാധാരണമായ ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുക. എത്ര പേർ ഇന്ന് പകൽ റെഡിയാണ്? ദൈവ സാന്നിധ്യത്തിന്റെ അടുത്ത തലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിന്നെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുക. ഒന്നുകൂടെ പറഞ്ഞാൽ, കൈ നീട്ടി സൗഖ്യമാക്കാനല്ല, നിന്റെ നിഴല് തട്ടി സൗഖ്യമാകാൻ. കൈ നീട്ടി സൗഖ്യമാക്കാനല്ല, നിന്റെ നീഴല്. നിന്റെ മേൽ പകരുന്ന ദൈവശക്തിയുടെ വലിപ്പം ചെറുതല്ല. നിന്റെ മേൽ പകരുന്ന ദൈവശക്തിയുടെ വലിപ്പം ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത, നിന്റെ വീട്ടുകാർക്ക്, നിന്റെ മാമേൽ വിരോധികൾക്ക്, നിന്റെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്ത അസാധാരണമായ ദൈവശക്തി നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുക. Come on, receive. ഇന്ന് പകൽ ഒരുമിച്ച് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ആത്മസാന്നിധ്യം ഇന്ന് പകലിൽ ഇതിനകത്ത് വെളിപ്പെടട്ടെ. റീബാല ശന്തൽ കമന വൈശസ് പ്രൗഢി ബിരികട രക്ഷസിയന്തരേ. എല്ലാ കരങ്ങളെയും അടിച്ച് ഇന്ന് പകൽ ഒരുമിച്ച് ആരാധിക്കുക, ഒരുമിച്ച് മഹത്വപ്പെടുത്തുക. ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. Come on, receive the glory of Jesus.
മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ, ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ, ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ, ഒരു പൗലോസായി ഞാൻ മാറട്ടെ, ദേശങ്ങൾ പിടിച്ചെടുക്കട്ടെ, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, അഭിഷേകത്തോടെ അധികാരത്തോടെ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ, രാജ്യങ്ങൾ കീഴടങ്ങ്, ദേശങ്ങൾ പിടിച്ചെടുക്ക്, രാജ്യങ്ങൾ കീഴടങ്ങ്, ദേശങ്ങൾ പിടിച്ചെടുക്ക്. അഭിഷേകം അഭിഷേകം ഇറങ്ങി സുവിശേഷത്തിന്റെ ശക്തിയാ, 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 രാജ്യങ്ങൾ കീഴടങ്ങ്, ദേശങ്ങൾ പിടിച്ചെടുക്കൂ, രാജ്യങ്ങൾ കീഴടങ്ങ്, ദേശങ്ങൾ പിടിച്ചെടുക്കൂ, ഒരു പൗലോസായി ഞാൻ മാറട്ടെ, രാജ്യങ്ങൾ പിടിച്ചെടുക്കട്ടെ, ഒരു പൗലോസായി